സാരിയുടെ സൈഡ് പോർഷൻ എങ്ങനെ വൃത്തിക്ക് ടക്ക് ചെയ്യാന്നുള്ള ഒരു 2-3 മെത്തേഡ് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പല്ലും എല്ലാം കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഫസ്റ്റത്തെ പ്ലീറ്റ് നന്നായിട്ട് ടൈറ്റാക്കി വലിച്ചിട്ട് ഈ സൈഡിലേക്കുള്ള പോർഷനിൽ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ട അവിടെ പ്ലീറ്റ്സ് നോർമലി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് സൈഡിൽ കുത്തി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ സാരിയിൽ കുറച്ച് പ്ലീറ്റ്സ് എടുത്താലും നമുക്ക് ഒരുപാടുള്ള പോലെ നല്ല വിടർന്ന് നിൽക്കുന്നുണ്ടാവും അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഊരി താഴേക്ക് ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ടിലേക്കുള്ളത് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മൾ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ എടുക്കുന്ന പോലെ സൈഡിലെ ആ ഹോൾ വഴി ഇതെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് നമുക്ക് അവിടെ ഉള്ളിലേക്ക് അത് ടക്കിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാട്ടോ. കണ്ടോ, ഞാൻ ഒന്നും ചെയ്യാണ്ട് തന്നെ അത് ടക്കിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ നമുക്ക് പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് അറേഞ്ച് ചെയ്യുന്നത് എല്ലാം ഒന്ന് താഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ടാൽ തന്നെ സെറ്റായിട്ടോ. ഇതാണ് നമുക്ക് വരുന്ന ഒരു മെത്തേഡ്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി അതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡാണ്. അത് ഞാൻ നോർമലി സാരി ഉടുക്കുമ്പോൾ കാണിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ പ്ലീറ്റ്സ് എടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് വലിച്ചിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം. അപ്പോഴും നോക്കിയാൽ മനസ്സിലാവും നമ്മളത് ട്വിസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അവിടെ ഒരു 3-4 നമുക്കൊരു പ്ലീറ്റ്സ് അവിടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോർമലി കുത്തുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ എടുത്തിട്ട് നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് വശമൊക്കെ എല്ലാം ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ അതും തീർന്നു. മുന്നത്തെ കാണിച്ചേക്കാൾ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇനി കാണിക്കാൻ പോകുന്നതാണ് കുറച്ച് ടാസ്ക് പിടിച്ച ഒരു പണിയാണ് കേട്ടോ. വെഡ്ഡിങ്ങിനൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ സൈഡ് പോർഷനിൽ ഇങ്ങനെ ഒത്തിരി ഉള്ളത്. അപ്പം അതിലും നമ്മൾ ഫസ്റ്റത്തെ പോർഷൻ നല്ല ടൈറ്റായിട്ടെന്ന് വെച്ചാൽ എത്ര ടൈറ്റ് ആക്കാവോ അത്രയും ടൈറ്റ് ആക്കിയിട്ട് ഡബിൾ ലോക്ക് ചെയ്യുക. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ലോക്കിൻ്റെ കാര്യം. ഡബിൾ ലോക്ക് അറിയാത്തവർക്ക് വേണ്ടിയാട്ടോ ഈ കാണിക്കുന്നത്. നമ്മൾ പിന്നെടുത്തിട്ട് 2 വട്ടം ഇതേപോലെ കുത്തിയിട്ട് കൊടുക്കുന്നതിനെയാട്ടോ ഈ ഡബിൾ ലോക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കുത്തുമ്പോൾ അത് നമുക്ക് സ്ലാൻഡ് ആയിട്ട് വേണം കുത്തി കൊടുക്കാൻ വേണ്ടി, എങ്കിലാണ് അത് ടൈറ്റ് ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. പിന്നെ പ്ലീറ്റ്സ് സൈഡിൽ എടുക്കുമ്പോഴും മൊത്തം മേലേക്ക് കയറിയിരിക്കാണ്ട് നമുക്ക് താഴത്തേക്കാട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 പ്ലീറ്റ് നമുക്ക് എടുത്തിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്ലീറ്റ്സ് എടുക്കുന്നത് നമുക്ക് കുറച്ചൊന്ന് ക്ഷമയോട് കൂടി, കാരണം വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു 3 പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പിന്ന് കുത്തി കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് വേറൊരാൾക്ക് ചെയ്യുന്നെങ്കിൽ ഇതേപോലെ അവരുടെ കയ്യിൽ ആ പ്ലീറ്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സൈഡിൽ നമുക്ക് എടുക്കാൻ പറ്റും എളുപ്പത്തിൽ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് പാടുണ്ട്. എങ്കിലും നമുക്ക് ആ സൈഡിലെ പ്ലീറ്റ്സ് ആദ്യം 3 എണ്ണം എടുത്തു. ഇനി അതിൻ്റെ ഒപ്പം ഒരു 3-4 എണ്ണോ നമുക്ക് എടുക്കാം. എത്ര വേണമല്ലോ, ഒരു 3 എണ്ണമൊക്കെ മതിയാവും. കാരണം അങ്ങനെ വരുമ്പോൾ തന്നെ വൃത്തിയായിട്ട് കിടന്നോളും. ഇനി ആ 3 എണ്ണം എടുത്തിട്ട് നമുക്ക് എക്സ്ട്രാ ഒരു പിന്നും കൂടെ അതിലേക്ക് കുത്തി കൊടുക്കാം കേട്ടോ. അത് കുത്തി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ അത് കാര്യമാക്കണ്ട, അത് നമുക്ക് ഇനി അറേഞ്ച് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിലെ പോർഷൻ നമുക്ക് ടക്കിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഒന്ന് വലിച്ച് താഴത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ആവും കേട്ടോ. ടൈറ്റായി കഴിഞ്ഞ് നമ്മളൊന്ന് പിടിച്ചിട്ട് ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആയിട്ടുള്ള സൈഡ് പോർഷൻ കിട്ടും കേട്ടോ. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ സാരിയോട് വലിയ താല്പര്യമില്ല, കാരണം കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ പ്ലീറ്റ്സ് എടുക്കാനും ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ ഒരു സാരി ആയിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു ഇത് തോന്നാം, ഞാൻ സാരി അയൺ ചെയ്തിട്ടില്ല. അയൺ ചെയ്യാത്തതിൻ്റെതായ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ സാരിയിൽ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.